ഹൈ ഗൈസ്, എല്ലാവർക്കും സീരീസിൻ്റെ പാർട്ട് 3യിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന എല്ലാവരും ചേച്ചി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക, സപ്പോർട്ട് ചെയ്തേക്കുക. ഓക്കെ, അപ്പോൾ ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. അപ്പോൾ ഈ എപ്പിസോഡിൽ നമ്മൾ നെതറിലും കാര്യങ്ങളൊക്കെ കയറാൻ പോകുകയാണ്. അപ്പോൾ നെതർ കയറിയാൽ മാത്രം പോരാ, നെതർ കുറച്ച് ഡിസൈനും കൂടിയും ചെയ്യണം. അപ്പോൾ നമുക്ക് നെതർ ഡിസൈൻ ചെയ്യാൻ വേണ്ടി ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് അതിൻ്റെ സ്ഥലമൊക്കെ കണ്ടുപിടിക്കണം. സ്ഥലം കണ്ടുപിടിക്കാതെ ഒന്നും നടക്കത്തില്ല. ഫസ്റ്റ് ഓഫ് ഓൾ ഒരു അയൺ കൊണ്ട് ഇത് ഫുൾ എടുത്തൊക്കെ എനിക്കൊരു പിക്കാക്സും ആക്സും കൂടി ഉണ്ടാക്കേണ്ടതുണ്ട്. കാരണം എൻ്റെ പിക്കാക്സും ആക്സും പൊട്ടി. പൊട്ടി. എന്തായാലും അത് ഉണ്ടാക്കേണ്ടതുണ്ട്. പിന്നെ ചെറിയ ലാഗൊക്കെ ഉണ്ടാകും. ക്ഷമിച്ച് വിടുക ഗൈസ്, ലോ ആൻഡ് ഡിവൈസ് അല്ലേ, അപ്പോൾ ക്ഷമിച്ചൊക്കെ വിട്ടത് അതൊക്കെ. അപ്പോൾ ഇങ്ങനെ ക്ഷമിച്ച് വിട്ടേക്കുക. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇത് ലാഗ് അടിക്കുന്നുണ്ട്. എൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ എനിക്കറിയില്ല. ഓക്കെ, നമുക്ക് എന്തായാലും സ്ലീപ്പ് ചെയ്തിട്ട് പോകാം. വെറുതെ എന്തിനാ ഗൈസ് ചൊറടിപ്പിക്കണേ? വെറുതെ നമ്മൾ ചാവണ്ടല്ലോ. ഐറ്റംസ് കൊണ്ടൊന്നും ചാവേണ്ട ഒരു കാര്യമില്ല നമുക്ക്. ഓക്കെ, നമ്മൾ ഇവിടെ ആയിട്ടുണ്ടാക്കിയാലും ഈ ഒരു ഭാഗത്തായിട്ട് നെതർ പൗഡർ ഉണ്ടാക്കിയ ഇപ്പോൾ കേസ് എന്തായാലും നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ട്യൂട്ടോറിയൽ നോക്കിയിട്ട് എന്തൊക്കെ ഐറ്റംസ് വേണമെന്നുള്ളത് നോക്കണം. ട്യൂട്ടോറിയൽ നോക്കിയിട്ടാണ് ഉണ്ടാക്കുന്നത്, അല്ലാതെ എനിക്ക് ഉണ്ടാക്കാനൊന്നും അറിയില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് വേണ്ടത് അറൗണ്ട് ഒരു സ്റ്റാക്ക് കോബിൾ സ്റ്റോൺ വേണം. പിന്നെ ഓക്ക് ലീവ്സ് വേണം. ഓക്കെ, ഓക്ക് ലീവ്സ് നമുക്ക് നമ്മുടെ കയ്യിലിപ്പോൾ ഷെയറിലിടാം. അപ്പോൾ എങ്ങനെയായാലും കുറച്ച് മൈനിങ്ങിന് പോകേണ്ടി വരും. സ്റ്റോൺ ഇല്ലല്ലോ. ഓക്കെ, അപ്പോൾ ഞാൻ എന്തായാലും എല്ലാ ഐറ്റംസും കളക്ട് ചെയ്തിട്ട് ഈ ചെസ്റ്റിലേക്ക് കൊണ്ടുവന്ന് വെച്ചിട്ട് ഇനി കാണാം ഗൈസ്. ഓക്കെ, കാണാം. അപ്പോൾ ഗൈസ് എന്തായാലും ഞാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ സ്കെൽട്ടണൊക്കെ കൊല്ലട്ടെ, ശരിയാവില്ല. ഒന്നാമത് ബെഡ്റോക്ക് സ്കെൽട്ടൺ ഭയങ്കര ഡിഫിക്കൽട്ടിയാണ് അവന്മാരെ കൊല്ലാൻ. യെസ് ഗൈസ്, നമുക്ക് എന്തായാലും എൻ്റെ പിക്കാക്സും പൊട്ടി. പിന്നെ കുറച്ച് ഗൈസ് ഞാൻ സ്പ്രൂസ് അപ്പീറ്റ് കുറേ അങ്ങോട്ട് പോയതിൻ്റെ ശേഷം എനിക്ക് കിട്ടിയില്ല. ഇവിടെ നോക്കിയാൽ കാണുമെന്നുള്ളത് അറിയില്ല. ഇവിടെ നോക്കിയാൽ ഇവിടെ തൊട്ടടുത്ത് തന്നെ ഒരു സ്പ്രൂസ് ബയോമുണ്ട്. ഞാൻ നേരം അങ്ങോട്ട് കുറേ നടന്നു. അപ്പോൾ ഇത്ര ഐറ്റംസാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമുക്ക് എന്തായാലും നമുക്ക് ഇതിൽ നിന്ന് 2 സ്റ്റോൺ അങ്ങോട്ട് 3 സ്റ്റോൺ അങ്ങോട്ട് എടുത്തിട്ട് ഒരു ആക്സ് ഉണ്ടാക്കണം ഗൈസ്. ഓക്കെ, അപ്പോൾ ആക്സായി സെറ്റ്. ഇനി നമുക്ക് ഈ ഒരു ഇത് മുഴുവൻ പൊട്ടിച്ചെടുത്തിട്ട് കൊണ്ടുപോകട്ടെ. ഓക്കെ, അപ്പോൾ നമ്മളെന്തായാലും ഇതൊക്കെ പൊട്ടിച്ചെടുത്ത് കൊണ്ടുപോകുന്നുണ്ട്. ഞാൻ നല്ല രീതിക്ക് തന്നെ ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. എന്താവില്ല എന്നുള്ളത്. ഞാനിപ്പോൾ ഇത് ഇങ്ങോട്ടാണ്, ഇവിടെ നിന്ന് ഇങ്ങനെ വന്ന് കയറുന്ന ടൈപ്പാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇവിടെ നിന്ന് ഒരു സ്റ്റെയർ കേസൊക്കെ അടിയിലേക്ക് വന്നിട്ടുള്ള ഒരു ടൈപ്പാണ് ഉദ്ദേശിക്കുന്നത്. കണ്ടറിയാം, ബിൽഡ് ചെയ്ത് തരുമ്പോൾ എങ്ങനെ ആവില്ല എന്ന് നമുക്കറിയില്ലല്ലോ ഗൈസ്. എന്തായാലും നമുക്ക് ജസ്റ്റ് ഒന്ന് ബിൽഡ് ചെയ്ത് തുടങ്ങാം. ഇങ്ങനെയാണ് ഗൈസ് ഞാൻ വീഡിയോ എനിക്ക് തോന്നുന്നു. ഇനി ഇവിടെ 2 ബ്ലോക്ക് അടിച്ചിട്ട് തെറ്റിയാ നമ്മളത്? ഇല്ലല്ലോ, തെറ്റിയില്ലല്ലോ. ഇവിടെ 2 ബ്ലോക്ക് വന്നു. പിന്നെ ഇവിടെ 2 ബ്ലോക്ക്.
ആ ഇല്ല, അതെനിക്ക് തോന്നിയത്. പക്ഷെ അത് മണ്ടനാകട്ടെ. ഗൈസ് നിങ്ങൾ ഈ വേൾഡ് കപ്പിൽ ഏത് ടീമാണെന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. എന്തിനാന്ന് വെച്ചാൽ അറിഞ്ഞിരിക്കാറ് ഗൈസ്. ഹൂ വിൽ വിൻ ദിസ് വേൾഡ് കപ്പ്? ഓക്കെ, ഞാൻ ആ ഒരു അടിസ്ഥാനം ചോദിച്ചാൽ നിങ്ങളുടെ ടീം തോൽക്കൊന്നൊന്നും ഞാൻ അടിസ്ഥാനമാക്കിയില്ല. ഇത്രയും നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ, സീറോ സ്പീഡ് എന്ന് ഞാൻ ഇത്രയും ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ ലെവൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക ഗൈസ്. നമുക്കിപ്പോൾ ചെയ്യാനുള്ള സമയമില്ല. വേറെ നീ എങ്ങോട്ടാ പോണേ? ഓക്കെ ഗൈസ്, ഐ മീൻ എടാ തേങ്ങ ഇവന്മാർ ഇത് കുറേ ഉണ്ടല്ലോ ഇത്. അപ്പോൾ ചാവ് ഗൈസ്. ആ ഇവന്മാർ വരുന്നത് എനിക്ക് തീരെ ഇഷ്ടമല്ല. ആരാഹട്ട് റോട്ടർ ഫ്ലാഷ് റോട്ടർ ഫ്ലാഷ് കഴിക്കത്. മൈൻക്രാഫ്റ്റിൽ ബഗ്ഗൊക്കെ വന്നു. ഇതൊക്കെ ബഗ് ഹങ്കർവാറിൻ്റെ എഫക്റ്റിൻ്റെ ആ ഭാഗം നോക്കി എനിക്ക് മനസ്സിലാവും എന്താ സംഭവം എന്നുള്ളത്. പിന്നെ നമുക്ക് ഇവിടുന്ന് 2 ബ്ലോക്ക് വിട്ടിട്ട് ഓക്കെ 3 ബ്ലോക്ക് കഴിച്ചെടുക്കുക. പിന്നെ ഇങ്ങോട്ട് ഇങ്ങോട്ട് 2 ബ്ലോക്ക് ഇവിടെ 3 ബ്ലോക്ക് വയ്ക്കുക. പ്ലീസ് എല്ലാ ഭാഗവും ഒന്ന് ചെയ്തെടുക്കുക. കാരണം ഇവിടെയാണ് നമുക്ക് കോബിൾ സ്റ്റോൺ വെക്കാറ്. ഓക്കെ ലെറ്റ്സ് ഗൈസ്. അപ്പോൾ എന്താ നമ്മൾ ഇത്രയും ചെയ്തിട്ടുണ്ട്. Finally guys, finally we did it guys. നിങ്ങൾക്ക് ഡേ കൗണ്ട് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം എത്ര 20 എങ്ങാണ്ട് ഉണ്ടായിട്ടുള്ളൂ. ബട്ട് അതിപ്പോൾ 56ആയി. അപ്പോൾ ഇത്രയും സമയം ഞാൻ എടുത്തത് ഇതിന് അവിടെ 4 ഈ 6 എണ്ണത്തിന് വേണ്ടിയാണ് ഗൈസ്. എത്ര നേരം എടുത്ത് അറിയൂ. മൈൻഡ് ചെയ്തിട്ടൊന്നുമില്ല. അത് വേറെ കാര്യം. കണ്ട കേവിലൊക്കെ കയറി കുത്തിപ്പൊട്ടിച്ചാണ്. അപ്പോൾ ഓക്കെ, അപ്പോൾ ഇതെങ്ങനെയുണ്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, എന്തായാലും ഇത് കുറച്ച് ലോങ് ഒന്ന് സൂം ചെയ്ത് കാണിച്ചു തരാം. അയ്യോ ഷീൽഡ് ഉള്ളക്കി കണ്ടല്ലോ എന്താ സൂം ആവത്തെ? ഓക്കെ, ഇതാണ് സാധനം. ഇത്ര ട്യൂട്ടോറിയൽ ഭയങ്കര ഈസി ആയിട്ടുള്ള സംഭവമായിരുന്നു. ട്യൂട്ടോറിയൽ എൻ്റെ മോനെ ഈസി എന്നൊക്കെ പറഞ്ഞാൽ ഒരു 5 മിനിറ്റിൻ്റെ വീഡിയോ ഉണ്ടായിട്ടുള്ളൂ. ബട്ട് ഉണ്ടാക്കി വരുമ്പോഴാണ് മോനെ അതിൻ്റെ ഒരു ഇതറിയാം. ഇനി ഞാൻ മിക്കവാറും ട്യൂട്ടോറിയൽ നോക്കി ഉണ്ടാക്കൽ മിക്കവാറും നിർത്തും. ഫാംസ് അല്ലാതെ ബിൽഡിങ്സ് ഒന്നും ഇനി ഇങ്ങനെ നോക്കിയിട്ടുണ്ടെങ്കില. കാരണം ഈ ഒരു സാധനം ഉണ്ടാക്കുമ്പോൾ എത്ര നേരം എടുത്ത് അറൗണ്ട് 2 മണിക്കൂർ. റിയൽ ലൈഫിൽ 2 മണിക്കൂർ എങ്ങനെയായാലും എടുത്തിട്ടുണ്ട്. ഫുഡിന് കുറവുണ്ട്. അപ്പം ഇപ്പം എടുത്ത് തട്ടിയിട്ട് ഓക്കെ. എൻ്റെ അമ്മോ, പക്ഷേ റിസൾട്ട് ഉണ്ട്. കാണാൻ കൊള്ളാവുന്ന ഒരു ബിൽഡ്. അപ്പോൾ നമുക്ക് നെതറിൽ ജസ്റ്റ് ഒന്ന് കീറി നോക്കാം. നെതറിൽ കീറി നോക്കണമല്ലോ. അപ്പം ഈ നമ്മുടെ എക്സ്പ്ലോർ സീരീസിലെ ഫസ്റ്റ് നെതർ എൻട്രിങ് ആണ് നമ്മളിവിടെ കാണിക്കാൻ പോകുന്നത്. വാവ്, വണ്ടർഫുൾ. ഏതാ എവിടെയില്ലാത്ത സ്ഥലത്തെ കൊണ്ടുപോയി ചാമ്പിട്ടേക്കുന്നത്. എന്താണിത്? വാട്ട് എ പെർഫെക്ഷൻ അല്ല. ഇവിടെ തന്നെ കൊണ്ടിട്ട് ചാമ്പി. നമുക്ക് സീനില്ല. നമ്മളെങ്ങനെയെങ്കിലുമൊക്കെ മുകൾ ഭാഗം കണ്ടുപിടിച്ചിട്ട് നമ്മൾ അടുത്ത എപ്പിസോഡിൽ സെറ്റാക്കും ഗൈസ്.
ഉറപ്പാ. അപ്പോൾ എന്തായാലും ഈ എപ്പിസോഡ് നമുക്ക് ഇവിടെ വെച്ചിട്ട് തന്നെ ജസ്റ്റ് ഒന്ന് വൈൻഡപ്പ് ചെയ്തേക്കാം. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ്. വീഡിയോ എൻ്റർടൈനിങ് ആണെന്ന് ഉദ്ദേശിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ബൈ 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 ബൈ. നമുക്കൊരു വലിയ കേവ് പോലെ ആക്കിയിട്ടുണ്ട് ഗൈസ്. ബൈ ബൈ.